നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. നാളെ നമ്മളും ബംഗാളികൾ. അരിവിലയ്ക്ക് മൂക്കുകയറിടാൻ സർക്കാർ എത്തിച്ച ബംഗാൾ അരി നാളെ മുതൽ. തിരഞ്ഞെടുത്ത 500 സഹകരണ സ്റ്റോറുകൾ വഴി ആഴ്ചയിൽ ഒരു കുടുംബത്തിന് 5 കിലോ അരി വീതം. കിലോയ്ക്ക് 25 രൂപ നിരക്കിൽ അരി വിതരണം ചെയ്യുന്നത് 2 രൂപ നഷ്ടം സഹിച്ചെന്ന് മന്ത്രി കടകംപള്ളി. ഇപ്പോൾ എത്തിച്ച 800 മെട്രിക് ടൺ മസൂരി അരിക്ക് പുറമെ 5 ദിവസത്തിനകം 1700 ടൺ അരി കൂടിയെത്തും. ആഴ്ചയിൽ 5 കിലോ എന്നത് വൈകാതെ 10 കിലോ വീതമാക്കാനും ഇതേ നിരക്കിൽ അരി വിതരണം വിഷുവരെ തുടരാനും ആലോചന. അരി വിതരണത്തിന്റെ ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം കരകുളത്ത്. അതേസമയം ഇപ്പോൾ ബംഗാളിൽ നിന്നെത്തിച്ച 800 ടൺ സുവർണ മസൂരി അരി വേവ് കൂടിയ ഇരുമ്പരിയെന്ന ആക്ഷേപം. ആന്ധ്രയിൽ നിന്ന് അരിവരവ് നിലച്ച സാഹചര്യത്തിൽ തൽക്കാലം ഇരുമ്പരി തന്നെ ശരണം. ആർക്കും വേണ്ടാത്ത ബംഗാൾ അരി കൊണ്ട് പൊതുവിപണിയിലെ അരിവില കുറയില്ലെന്നും ആക്ഷേപം. ചോർച്ചയിലെ സത്യം തേടി. ബഡ്ജറ്റ് ചോർന്ന സംഭവത്തിൽ ധനമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന ആവശ്യത്തിൽ നിയമോപദേശം തേടി ചീഫ് സെക്രട്ടറി. നടപടി ധനമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് രമേശ് ചെന്നിത്തലയുടെ പരാതിയിൽ. മന്ത്രിക്കെതിരെ നടപടിയെടുക്കാൻ നിയമസാധുതയുണ്ടോ എന്ന് നിയമ സെക്രട്ടറിയോട് SM വിജയാനന്ദ്. ബഡ്ജറ്റ് ചർച്ച നാളെ ആരംഭിക്കാനിരിക്കെ പ്രതിപക്ഷ നീക്കം സഭയെ കലുഷമാകും. രഹസ്യ സ്വഭാവം നഷ്ടപ്പെട്ടതിനാൽ പുതിയ ബഡ്ജറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും തോമസ് ഐസക് രാജിവെക്കണമെന്നും പ്രതിപക്ഷം. സഭയിൽ സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ച് ആലോചിക്കാൻ നാളെ UDF MLA-മാരുടെ പ്രത്യേക യോഗം. അതേസമയം പ്രതിപക്ഷ ആരോപണങ്ങൾ തള്ളി തോമസ് ഐസക്. ധനമന്ത്രി രാജിവെക്കണമെന്ന ഉമ്മൻചാണ്ടിയുടെ ആവശ്യം രാഷ്ട്രീയ പ്രതികരണം മാത്രം. പുറത്തുപോയത് മാധ്യമങ്ങൾക്കായി തയ്യാറാക്കിയ ചില ഭാഗങ്ങൾ മാത്രമെന്നും വിശദീകരണം. ഔദ്യോഗിക രഹസ്യം സൂക്ഷിക്കുന്ന കാര്യത്തിൽ ധനമന്ത്രിക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് കോടിയേരി. വൈദികന്റെ പാതകം. കൊട്ടിയൂർ പീഡനക്കേസിൽ അന്വേഷണം മറ്റൊരു വൈദികനിലേക്കും. ഫാദർ റോബിന് രാജ്യം വിടാൻ സൗകര്യമൊരുക്കിയ ഫാദർ പേരകത്തിനെതിരെ അന്വേഷണം. കേസിൽ ഒളിവിൽ പോയ 5 കന്യാസ്ത്രീകൾ ഉൾപ്പെടെ 7 പേർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ്. തെളിവുകൾ നശിപ്പിക്കാൻ കൂട്ടുനിന്ന ശിശുക്ഷേമ സമിതി അധ്യക്ഷനെയും അംഗത്തെയും കേസിൽ പ്രതി ചേർക്കുമെന്നും സൂചന. സഭയ്ക്ക് നാണക്കേടായ സംഭവത്തിൽ പ്രതി ചേർക്കപ്പെട്ട 5 കന്യാസ്ത്രീകളിൽ 2 പേർ പെൺകുട്ടി പ്രസവിച്ച ആശുപത്രിയിലെ ഡോക്ടർമാർ. വ്യാജരേഖ ചമയ്ക്കാൻ കൂട്ടുനിന്ന CVC അധ്യക്ഷനും വനിതാ അംഗവും വൈദിക വിഭാഗത്തിൽ നിന്നു തന്നെ. പ്രതിയായ വൈദികനെ രക്ഷിക്കാൻ ശ്രമിച്ച വയനാട് ശിശുക്ഷേമ സമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചകളെന്ന് പോലീസ്. സംഭവത്തിൽ ഫാദർ റോബിനെതിരെ രൂക്ഷ വിമർശനവുമായി AK ആന്റണി. നടന്നത് മാപ്പർഹിക്കാത്ത ഹീനകൃത്യം. പ്രതിക്ക് വൈദികൻ എന്ന പരിഗണന നൽകരുതെന്നും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഇത്തരം സംഭവങ്ങളിൽ കർശന നടപടി സ്വീകരിക്കണമെന്നും ആന്റണി. ശാന്തി തേടുന്ന താഴ്വര. ജമ്മു കാശ്മീരിൽ വീണ്ടും ഏറ്റുമുട്ടൽ. തെക്കൻ കാശ്മീരിൽ പ്രകോപനം സൃഷ്ടിച്ച മുഴുവൻ ഭീകരരെയും വധിച്ചതായി സുരക്ഷാ സേന. ഹിസ്ബുൾ ഭീകരരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു പോലീസ് കോൺസ്റ്റബിൾ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ട ഭീകരർ ബുർഹാൻ വാനിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നവർ എന്നും സുരക്ഷാ സേന. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2780 രൂപ, പവൻ 22,240 രൂപ, വെള്ളി ഗ്രാമിന് 45 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.